കൂട്ടുകാരെ നമസ്കാരം. നമ്മുടെ ബോച്ചട്ടിയിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റാത്ത, ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യാൻ പറ്റുക എന്നുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോവുക. എന്നിട്ട് വലതു ഭാഗത്ത് 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ 4ാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ളത്, അത് സെലക്ട് ചെയ്യാം. ഇതിൽ ലാസ്റ്റ് 15 മിനിറ്റ് എന്ന് കാണില്ല മുകളിൽ, ആ ഓപ്ഷൻ എടുക്കുക. അതിൽ ലാസ്റ്റ് 7 ഡേയ്സോ അല്ലെങ്കിൽ ഓൾ ടൈം എന്നുള്ള ഓപ്ഷനോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കുക. അപ്പം നമ്മുടെ ഫോണിൽ ഉള്ള എല്ലാ മൊത്തം ക്ലിയർ ഡാറ്റ ഈ ബ്രൗസിങ് ചെയ്ത, ഗൂഗിളിൽ ബ്രൗസ് ചെയ്ത എല്ലാം മൊത്തത്തിൽ ഇതുപോലെ ഡിലീറ്റ് ആവും. വളരെ ഈസിയാണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഈ ഗൂഗിൾ ക്രോമിൻ്റെ ക്ലിയർ ഹിസ്റ്ററി പോയിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂ, ആ നമ്പറിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം എനിക്കും ചെയ്യാം, ഇത് ക്ലിയർ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ നോക്കിയപ്പം എനിക്കത് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അറിയാത്ത കൂട്ടുകാർ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്നിട്ട് നമ്മൾ സാധാരണ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ബോച്ചട്ടീൻ്റെ ഇതിൽ ലോഗിൻ ചെയ്യാം. ബോച്ചട്ടി ഓൺലൈൻ ചില സമയത്ത് അടിക്കുമ്പോൾ അവിടെ പ്രൊഡക്റ്റൊക്കെയാണ് വരിക. ഒന്നും കൂടി നമ്മൾ ബോച്ചട്ടി ഓൺലൈൻ പർച്ചേസ് എന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ അത് ഓപ്പണായിട്ട് വരും. ഓൺലൈൻ ബുക്കിംഗ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ബോച്ചട്ടീൻ്റെ സൈറ്റ് വരും, അതിൽ ജോയിൻ ചെയ്യാം. അതിൽ പ്രസ് ചെയ്താൽ കുറച്ച് നേരം ബ്രൗസിങ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയിട്ട് അത് ഓപ്പൺ ആവും. അവിടെ നമ്മളെ മൊബൈൽ നമ്പറും നമ്മളെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി വളരെ ഈസി ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫോൺ നമ്പർ കൊടുക്കുക, നമ്മളെ പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കൂട്ടുകാർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് കണ്ടോ, ലോഗിൻ സക്സസ്ഫുൾ എന്ന് എഴുതി കാണിച്ച അടിയിൽ. ഇപ്പം ലോഗിൻ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യണമാർക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.